അസ്സലാമു അലൈക്കും. അലിയാത്തങ്ങൾ പെട്ടെന്ന് വുളു എടുത്തിട്ട് പള്ളിയിൽ കയറി നോക്കുമ്പോൾ അലിയാത്തങ്ങൾ കാണുന്നത് മുത്ത് നബി ഒന്നാമത്തെ റകാഅത്തിൻ്റെ റുക്കൂയിൽ നിന്ന് ഉയർന്നിട്ടില്ല എന്നാണ്. അങ്ങനെ അലിയാത്തങ്ങൾ പെട്ടെന്ന് പോയി ഒന്നാമത്തെ റകാഅത്തിൻ്റെ റുക്കൂയിലേക്ക് എത്തിയതിന് ശേഷമാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റുക്കൂയിൽ നിന്ന് ഉയർന്നത്. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വഹാബത്ത് വന്ന് മുത്തുനബിയോട് ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾ ഇതുവരെയായിട്ട് ഇതുപോലത്തെ ഒരു നീണ്ട റുക്കു ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ എന്ന് പറയുമ്പോൾ മുത്തുനബി പറയാണ്, ഞാൻ ഒന്നാമത്തെ റകാഅത്തിൻ്റെ റുക്കുയിലേക്ക് പോയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്നോട് പറയാണ്, നബിയെ, നിങ്ങൾക്ക് ഈ റുക്കുവിൽ നിന്ന് ഉയരാനുള്ള ഓർഡർ അല്ലാഹു തആല നൽകിയിട്ടില്ല എന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ വന്ന് പറയാണ്, നബിയെ, ഇനി നിങ്ങൾ ഉയർന്നോ എന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കാരണം പറയുന്നത്, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. എന്ത് ഇഷ്ടപ്പെടുന്നില്ല? അലിയാത്തങ്ങൾ ഒരു വൃദ്ധനായ മനുഷ്യനെ ബഹുമാനിച്ചുകൊണ്ട് മുത്തുനബിയോടുള്ള നിസ്കാരം പോകുമോ എന്ന് പേടിച്ച അലിയാത്തങ്ങളുടെ നിസ്കാരം ഖളായി പോകുന്നതോ മുത്തുനബിയോടൊപ്പമുള്ള ജമാഅത്ത് പോകുന്നതോ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നബിയെ നിങ്ങളെ റുക്കൂവിൽ നിന്ന് ഉയരല്ലേ എന്ന് ആര് പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞതത്രേ. അതുമാത്രമല്ല, എത്രയോ സമയമായിട്ട്, അതായത് എത്രയോ മണിക്കൂറോളം ആര് റുക്കൂവിൽ നിന്നായിരുന്നു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂവിലുണ്ടായിരുന്നു. പക്ഷേ അത്രയും സമയമായിട്ട് പോലും അവിടുത്തെ ആ ദിവസം സൂര്യൻ ഉദിച്ചിട്ടില്ല. ഏതുവരെ? മുത്തുനബിയുടെ നിസ്കാരം കഴിയുന്നത് വരെ. അതിനുശേഷമാണ് അവിടുന്ന് സൂര്യൻ ഉദിച്ചതെന്നും ചരിത്രത്തിൽ കാണാം. അപ്പോൾ മുത്തുനബിയെ സ്നേഹിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.